കൊല്ലം ഗംഭീര മത്സരമായിരുന്നു. ഇത്തവണ കൊല്ലം തൂക്കമെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇതിന്റെ പേരെന്താണ്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ? ഇന്നത്തെ പരിപാടി നമ്മളുടെ പരിപാടി കഴിഞ്ഞ് അപ്പം എന്താണ് കണ്ടന്റ് എന്താ? നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം. ഓക്കെ, സ്റ്റേറ്റ് കലോത്സവം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിന്റെ വ്ലോഗിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഈ വർഷം നമ്മൾ കലോത്സവത്തിൽ വരുമെന്ന്. സോ വന്നിട്ട് റിസൾട്ട് ഒക്കെ എന്തായാലും നമുക്ക് അവസാനം പറയാല്ലേ. റിസൾട്ട് ഒക്കെ സർപ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ റിസൾട്ട് ഒക്കെ എന്ത് ഐറ്റത്തിനായിരുന്നു? ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോക്കാണ്. ഓക്കെ, അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വട്ടത്തിൽ ഇതായിരുന്നു കൊല്ലത്തെയാണ് ഇഷ്ടപ്പെട്ടത്. കൊല്ലത്ത്. ഓക്കെ, അപ്പൊ ഫുൾ വീഡിയോയിൽ കാണാം. ബാക്കി എല്ലാ വീഡിയോ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിച്ചിട്ട് കാണാൻ പറ. ചേച്ചി, അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് മെയിൻ സ്റ്റേജ് കേട്ടോ. നമുക്ക് മെയിൻ സ്റ്റേജിലാണ് പോകേണ്ടത്. ഓക്കെ, അതാണ് മെയിൻ സ്റ്റേജ്. ഫുൾ ട്രാഫിക് ആട്ടോ ഇവിടെ. അയ്യോ, എന്താ ചൂട്. ഓക്കെ, അതെ, മത്സരവേദികളൊക്കെ ഇവിടെ എഴുതിയിട്ടേപ്പോണ്ട്. എൻ്റെ കൂടെ ഒരാളോട് വന്നായിരുന്നു, പക്ഷെ കാണുന്നില്ല ഇപ്പൊ. രാവിലെ മറ്റേ മന്ത്രിയൊക്കെയാ വന്നത്. ഓക്കെ, പിണറായി വിജയനൊക്കെ ഉണ്ടായിരുന്നു. വേണ്ടിപ്പം എല്ലാരും പോയെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. എല്ലായിടത്തും പരിപാടിയൊക്കെ തുടങ്ങി. പറയാ കേരള സ്റ്റേറ്റിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ആരാന്നില്ല. ഓക്കെ, അതെ, ഇതാ മെയിൻ വേദി. ഇനിയും അനിയത്തി എന്ത് കണ്ടുപിടിക്കണം, അതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, പരിപാടി തുടങ്ങുമ്പോൾ 2 ബജറ്റ് തുടങ്ങും. ഇവിടെ കണ്ണീർ പന്തലുണ്ട്. പിന്നെ മറ്റേ നോർമലി ഉള്ള പോലെ മറ്റേ മീഡിയയുടെ പവലിയൻ എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ മീഡിയ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് ഈ വർഷവും. ഓക്കെ, അപ്പൊ അതേ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവരുടെ ജഡ്ജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അവിടെ ചിലപ്പോ സൗണ്ട് ചിലപ്പോ കാണത്തില്ല. ഓക്കെ, ഇത് എല്ലാരും പത്രത്തിലും എല്ലാം ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ പോയാൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണാം. സൈക്കിളൊക്കെ അവിടെ പറ്റില്ല, അത് കൂപ്പൺ എഴുതിയിരുന്ന പരിപാടി. അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കലാപ്രതിഭകൾക്ക് സ്വാഗതം. ഇവിടെ ഇതാണെന്ന് തോന്നുന്നു മെയിൻ സ്റ്റേജ്. ഓക്കെ, ക്യാമറ ഒക്കെ അവിടെ ഉണ്ട്, ലൈവ് ഉണ്ട്. ഇത് VIP സെഷനാണ്. ഇത് അല്ല, ഇതിന് മുമ്പിലാണ് VIP സെഷൻ. ഇത് ഫുള്ള് ക്യാമറ ഒക്കെ ഏരിയ. ഇതൊക്കെ റിസർവ് ആയിട്ടുള്ള സീറ്റുകളാണ്. ഇതൊക്കെ നോർമലി പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്ന. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അകത്തെ കാര്യങ്ങൾ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇപ്പോഴും. ഒരു പരിപാടി തുടങ്ങി ആണ് പുറത്ത്. ഓക്കെ, അതെ, ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന പോലീസും വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. ഇത് തന്നെ ഇവിടെ പോലീസിന്റെ വെള്ളവും ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. അങ്ങനെ പലതും ഇട്ടിട്ടുണ്ട്. KSF അങ്ങാണ്ട് മുമ്പെന്തോ റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് എന്തോ കൊടുത്തെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് വെള്ളം ബിസ്ക്കറ്റ് മാത്രമല്ല, ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് ഏത്തക്കൊക്കെ പൊഴി വെച്ചപ്പോണ്ട് വെള്ളമുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു ബിസ്ക്കറ്റ് എടുത്ത അവിടുന്ന്. ഒടുക്കത്തെ വെയിലാണ്, അതാ ഞാൻ പിന്നെ പുറത്തങ്ങാണ്ട് ഇറങ്ങാത്ത. ഒടുക്കത്തെ വെയിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഫുൾ പോയി കാണിച്ചു തരായിരുന്നു. എന്നാലും ഞാൻ പുറത്തിറങ്ങി. ഇവിടെ ഗോപുരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരള സ്റ്റേറ്റ് 2 വണ്ടി കിടപ്പുണ്ട്. ഇതാണ് മെയിൻ ലൊക്കേഷൻ. ഇതാണ് മെയിൻ സ്റ്റേജ്. ഇപ്പൊ വെയിലുണ്ടോ? അമ്പോ, ഒടുക്കത്തെ വെയിൽ. ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് വെള്ളമുണ്ട്, അവിടെയും വെള്ളമുണ്ട്. ഇവിടെ എന്താ വേറെ പരിപാടി ഉണ്ട്. ഓക്കെ, ഇവിടെയും വെള്ളം ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് വെള്ളം കുടിച്ച് മരിക്കുക. ഇത് ഇവിടാണ് കുറച്ചുകൂടി എനിക്കൊന്ന് മീഡിയ ഇവിടെ തോന്നുന്നു. മറ്റേതെല്ലാം പത്രം നമ്മൾ ആദ്യം കാണിച്ച്. ഇവിടെ ഫുൾ മീഡിയ, ക്യാമറ, കാര്യങ്ങൾ, ജനം, TV ആയാലും. പരിപാടി കഴിയുമ്പോൾ അപ്പം തന്നെ ഇങ്ങോട്ടങ്ങ് വരണം. ഓക്കെ, നോട്ട് ഡ്രഗ്സ്, മറ്റേ മിൽമയുടെ പവലിയനുണ്ട്. ഗെയിംസിന്റെ, കേരള എക്സൈസിന്റെ പരിപാടി. ഓക്കെ, അങ്ങനെ ഓരോരോ പരിപാടികളാണ് ഓരോ സ്ഥലത്ത് നടക്കുന്നത്. എല്ലാ TV-ക്കാരും ചാനലുകാരും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത് പിന്നെ അത്യാവശ്യം തമിഴുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടെ പരിപാടി കഴിയുമ്പോഴത്തേന് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കളിപ്പിക്കണം. ഓക്കെ, മെയിൻ സ്റ്റേജിന്റെ അങ്ങൊരു ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം അവരെല്ലാവരും ഇവിടെ തന്നെ കാണും. 24 കൊടിയൊക്കെ ഉയർത്തേക്കുന്നു. ഏത് വൈബ്. അപ്പം ഇവിടെ ഇനി എത്ര ഉള്ളതെന്ന് തോന്നുന്നു. ഇനി വേറെ ഇല്ല. ഇനി അടുത്ത സ്റ്റേജ് അവിടെ എങ്ങാണ്ട് അടുത്ത സ്റ്റേജ് ഉണ്ട് അപ്പുറത്ത്. അത് 2 3 എന്തോ സ്റ്റേജ് ഉണ്ട് അവിടെ. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ, ഇപ്പം വടക്കുന്നാഥന്റെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ വേണേൽ ലൈവ് കിട്ടും. ചുമ്മാ ക്യാമറ വെച്ചോണ്ട് നടന്നാൽ മതി.
ഓരോരുത്തർ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ ഫോട്ടോ എടുക്കാം. പക്ഷെ ബാക്കി രണ്ടുപേര് കാണുമെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, സെൽഫി പോയിന്റ് ആണിത്. അതെ, അത് സെൽഫി പോയിന്റ് അല്ലെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സ്റ്റേജ്. ഓക്കെ, ഇവിടെ ഒരാളെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഭയങ്കര ചൂടാന്ന്, വീശി കൊടുക്കുക. എന്തെങ്കിലും പറയണ്ടോ? എന്നാലും എടി സൗമല്ല, ഇത് വൈഡായത്, അപ്പൊ നിന്നെ അങ്ങനെ കാണത്തില്ല. മറ്റേത് ഇതുവരെ ഇട്ടില്ലടി, ജില്ലാ കലോത്സവത്തിന്റെ. അത് ഞാൻ എടുത്തു വെച്ചേക്കുമല്ല. ഓക്കെ പറ, അങ്ങനാ പൊളിക്കൂല്ലേ? എല്ലാരും വന്ന് ഓക്കെ ആണേല് പിന്നെ എന്താ സ്റ്റേജിൽ കാണാല്ലേ? അടി ഒന്നൂടെ. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ സീലാണ് VIP ആണ്. VIP സീലൊക്കെ ഇരിക്കുന്നത്. നമ്മളെ അവര് പിടിച്ച് VIP തിരുത്തി മനസ്സിലായി. ഇപ്പൊ അവർക്ക് ഇപ്പൊ VIP സീറ്റാണ് ഇത് നോർമലി. അപ്പം കണ്ടോ, അവരെല്ലാരും അവിടെ ആണ്. സോ നമ്മൾക്ക് VIP സീറ്റ് കിട്ടി. VIP സീറ്റ് നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഏതാ മെയിൻ? ഇതേ അപ്പം അടുത്ത പാത്തുവിന്റെ പരിപാടിയാണ്. ഓക്കെ, ഇതാണ് 3 ജഡ്ജസ്. നോക്കിയൊക്കെ വെച്ചോ എല്ലാരും. ഓക്കെ, അത് എഴുന്നേറ്റിരിക്കുന്ന. അപ്പം അടുത്തത് പാത്തുവിന്റെ പരിപാടിയാണ്. ഓക്കെ, തുടങ്ങി പാത്തുവിന്റെ